ഇന്ന് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധി വരുന്ന ദിവസമാണ്. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. റിയ, ഇന്ന് വിധി വരുന്ന ദിവസമാണ്. CPM നേതാക്കളടക്കം 14 പേർ കുറ്റക്കാരാണെന്ന് പ്രത്യേക CBI കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അറിയാം? മോത്തി 6 വർഷം നീണ്ട വലിയ നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ. കലൂരിലെ CBI പ്രത്യേക കോടതി ഇന്ന് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളുടെ ശിക്ഷ വിധിക്കുകയാണ്. അവരുടെ കുടുംബം നടത്തിയ നിയമ പോരാട്ടം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചൊരു കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അവർ കോടതി കയറി ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ആ CBI അന്വേഷണത്തിനൊടുവിൽ 24 പ്രതികൾ, അതിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ വിധി കേൾക്കാൻ ശരത് ലാലിന്റെ അമ്മ, ശരത് ലാലിന്റെ സഹോദരി അമൃത എന്നിവർ നേരിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കൃപേഷിന്റെ കുടുംബം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അമൃതയും ലതയുമാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് 10 പേരെ വെറുതെ വിട്ടപ്പോൾ നിങ്ങൾ അപ്പീൽ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ 14 പേരുടെ ശിക്ഷയാണ് വരാൻ പോകുന്നത്. എന്താണ് കോടതിയിൽ നിന്ന് അമൃത പ്രതീക്ഷിക്കുന്നത്? 6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് കേസിന്റെ വിധി വരുന്നത്. വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് കോടതി 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്, വധശിക്ഷ തന്നെ ഈ കൊലയാളികൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് ഈ ഒരു നിയമ പോരാട്ടം നടത്തിയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് അനുകൂലമായ ഒരു വിധി തന്നെ ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടി പലതരത്തിൽ ഇതിൽ നിന്ന് തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോഴും 14 പേരിൽ എല്ലാം CPM ബന്ധമുള്ളവരാണ്. CPMന്റെ നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്, മുൻ MLA ഉൾപ്പെടുന്നുണ്ട്. എങ്ങനെ അമൃത അതിനെ കൂടി നോക്കിക്കാണും? ഇവർ ആദ്യം തൊട്ടേ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് പങ്കില്ല, ഈ കേസിൽ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല എന്നാണ് ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിലൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, മറ്റൊരു കാരണവുമില്ല എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ആ ഒരു വിധി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചത്. CBI നല്ലപോലെ അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ആ രീതിക്ക് തന്നെ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് CPMന്റെ പ്രതിനിധികൾ അടക്കം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. CBIയുടെ അന്വേഷണത്തിലൂടെയാണ് ഈ നേതാക്കന്മാരൊക്കെ ഇതിലേക്ക് ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ എന്തായാലും കോടതി ഇന്ന് നല്ല തക്കതായ ശിക്ഷ തന്നെ വിധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള കൊലപാതകം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള നല്ലൊരു മെസ്സേജായിട്ട് ഈ വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കേസിൽ 8 പേർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. പരമാവധി ശിക്ഷ എന്ന് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടേക്ക് നേരിട്ട് തന്നെ എത്തിയത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കോടതിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന വലിയ ശിക്ഷ ഏതോ അത് തന്നെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കുടുംബം കടന്നുപോയി. CBI അന്വേഷണത്തിനെതിരെ സർക്കാർ തന്നെ അപ്പീൽ പോയി. അതൊക്കെ തള്ളി നിങ്ങൾ ആഗ്രഹിച്ചൊരു അന്വേഷണം വന്നു. ഈ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. അതിൽ പ്രധാന 8 പേർ നേരിട്ട് പങ്കെടുത്തവരാണെന്ന് അറിയുന്നു. CPMന്റെ പ്രധാന നേതാക്കൾ തന്നെ അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ശിക്ഷയെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? വധശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു വിശ്വാസമുണ്ട്. കോടതിയിലേക്ക് തന്നെ പോകുന്നുണ്ടല്ലേ? അമൃത ഒരു സഹോദരി എന്ന രീതിയിൽ ഒരിക്കലും നേരിടാൻ പറ്റാത്തൊരു സാഹചര്യത്തെ മറികടന്ന ആളാണ്. നേരിട്ട് ശരത് ലാലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അമൃതയ്ക്ക് എങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും? ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഞങ്ങളൊരു കല്യാണ റിസപ്ഷനിൽ പങ്കെടുത്ത് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് റോഡരികിൽ ഇങ്ങനെ ഏട്ടൻ വീണ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു അത് ഏട്ടനാണോ എന്ന് ഞാൻ സംശയിച്ചതേ ഉള്ളൂ. അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഏട്ടനാണെന്ന് മനസ്സിലായത്. ഒരാൾക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലാണ് ഏട്ടനുണ്ടായിരുന്നത്. ശരീരത്തിൽ ആകെ മുറിവുകൾ, ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ ബന്ധുക്കളാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഒരിക്കലും ഒരു സഹോദരി എന്നല്ല, ആർക്കും അച്ഛനായാലും അമ്മയായാലും ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇനിയൊരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചു, ഇനിയില്ല ആർക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇന്നത്തെ ഒരു വിധിയോടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം
ഈ പാർട്ടി നിർത്തട്ടെ, ഒരു അമ്മമാർക്കും ഒരു പെങ്ങന്മാർക്കും ഈ ഒരു ഗതികേട് വരാതിരിക്കട്ടെ എന്നാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന. ഒരുപാട് മറ്റു പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടല്ല. അഭിഭാഷകൻ മാറുന്നു, പാർട്ടി CPM-ലേക്ക് പോകുന്നു, ഇന്നലെ പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് ഹാജരാകുന്നു, കഴിഞ്ഞ ദിവസം ഹാജരാകുന്നു ശ്രീധരനടക്കം. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത്? അതിന് ഏത് തരത്തിലുള്ള നിയമ പോരാട്ടം നിങ്ങളുടെ ഭാഗത്ത്? CK ശ്രീധരൻ വക്കീല് ആദ്യമൊക്കെ ഞങ്ങളുടെ കൂടെയായിരുന്നു, ഈ പാർട്ടിയിലായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ആശ്വസിപ്പിച്ച ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോടതി വിധി വന്നതിന് ശേഷം പറയായിരുന്നു, ഞാൻ വീട്ടിൽ പോയില്ല, ഞാൻ അവരെ രേഖകളൊന്നും പരിശോധിച്ചില്ല, കേസിൻ്റെ ഒരു രേഖകളും എനിക്കറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു, കേസിൻ്റെ എല്ലാ രേഖകളും അദ്ദേഹം പഠിച്ചിരുന്നു. അതിനുശേഷമാണ് പാർട്ടി മാറി പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പോൾ അത് നല്ല സങ്കടം ഉണ്ടാക്കി. ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു വക്കീലാണ് ഞങ്ങളുടെ രേഖകളൊക്കെ മനസ്സിലാക്കി കേസിനെ കുറിച്ച് പഠിച്ച് അവരുടെ കൂടെ നിന്ന് വാദിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സർക്കാർ, ഞങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ സർക്കാർ അതല്ലേ ചെയ്തു തരണ്ടേ? ഞങ്ങൾക്ക് വിശ്വാസം CBIയിലാണ്. കേസ് ആദ്യമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത്. അപ്പോൾ CPM-ന്റെ പ്രതിനിധികൾ അടക്കം ഇതിൽ ഉൾപ്പെടുമോ എന്നൊരു ഭയത്താലാണ് അവരെ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോയത് തന്നെ. എന്തായാലും ഞങ്ങൾ പോരാടിയതിനനുസരിച്ചുള്ളൊരു നീതി നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പരമാവധി ശിക്ഷ പ്രതികൾക്ക് എന്നുള്ളത് തന്നെയാണ് അമ്മ പ്രതീക്ഷിക്കുന്നത്. പരമാവധി ശിക്ഷ കിട്ടുന്നതന്നെ പ്രാർത്ഥിക്കുകയും നമ്മളെ മക്കൾക്ക് നീതി കിട്ടണം. ആ ഒരു പറയാനുള്ളൂ. അവർ ഇനി പുറം ലോകം കാണാൻ പാടില്ല. എൻ്റെ മക്കളെ ഇല്ലാതാക്കിയില്ലേ, ഇനി അവർ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് തീരുമാനിക്കുക, അതെല്ലാം പിന്നീട് തീരുമാനിക്കും. ഈ വിധി അറിഞ്ഞതിന് ശേഷം പിന്നീട് തീരുമാനിക്കും. രാഷ്ട്രീയ കൊലപാതകം എന്നെല്ലാം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അമ്മ എങ്ങനെയാണ് അത് കാണുന്നത്? CPM പറയുന്നു രാഷ്ട്രീയ കൊലപാതകമല്ല, തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ പ്രതികളെല്ലാവർക്കും CPM ബന്ധമുണ്ട്. CPM-ന്റെ നേതാക്കൾ അതിൽ പ്രതികളായിട്ടുണ്ട് പല കുറ്റങ്ങളായിട്ട്. എല്ലാവരും ഉണ്ട്. CPM-കാരെല്ലാവരും തന്നെ ചെയ്തു. ഇത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരത്ലാലിൻ്റെ അമ്മ ലതയാണ്. അവരുടെ കണ്ണിൽ നിന്ന് വീണ ആ കണ്ണുനീരിന് ഇന്ന് കോടതിയിൽ നിന്ന് ഒരു ഉത്തരം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും 6 വർഷം നീണ്ട നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ, കോടതികൾ കയറിയിറങ്ങി കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആ കുടുംബം നടത്തിയ നിയമ പോരാട്ടം, ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം ആഗ്രഹിക്കുന്നത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ എന്നുള്ളതാണ്. ശരത്ലാലിൻ്റെ സഹോദരി അമൃത പറഞ്ഞതുപോലെ ഇതൊരു മാതൃകയാകണമെന്ന് ഒട്ടേറെ കുടുംബങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരാനുള്ള ഒരു മാതൃകയാകണം. എല്ലാവരും അവരൊക്കെ ആവശ്യപ്പെടുന്നത് ഇതാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇതോടുകൂടിയെങ്കിലും ഒരു അറുതി ഉണ്ടാവണം. ഇനി ഒരിക്കലും ഈ പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നരുത് എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത്.